എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഓറ് അവൻ കറക്റ്റായിട്ട് ആ ഒരു കപ്പല് ലാൻഡിൽ എത്തിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരാൾക്ക് മാത്രം ആ കപ്പലിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. അത് മറ്റാർക്കുമല്ല, സാക്ഷാൽ ഇവാന്. ചെക്കനാണെങ്കിൽ ആ കാര്യം ആരും കാണാതിരിക്കാൻ ഐസിലൊക്കെ ചവിട്ടി ഇപ്പൊ ലാൻഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ലാൻഡിന്റെ അടുത്തേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മുടെ ജിംബൈ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? അതിനവൻ പറയും, ഞാൻ സീക്രട്ടായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യായിരുന്നു, നീ ശബ്ദം ഉണ്ടാക്കരുത്, അകത്തെന്താ നടക്കണമെന്ന് ശ്രദ്ധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ആ ചുമരിനോട് ചേർത്ത് അവന്റെ ചെവിയൊക്കെ വെച്ച് അങ്ങനെ നിൽക്കും. ഇവാനാണെങ്കിൽ ഇപ്പൊ മറുവശത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കും. ലൂഫിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? അക്കൈനോന്റെയും കിസറുവിന്റെയും അവക്കിജിയുടെ ഒക്കെ അറ്റാക്കില് അവൻ പെട്ടുപോയിട്ടുണ്ടാവോ? അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് അവൻ അങ്ങനെ പേടിച്ചു നിൽക്കും. ജിംബയ്ക്കാണെങ്കിൽ ഇപ്പൊ ഇവാന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോ ആകെ ടെൻഷനാവും. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനവൻ പറയും, ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ്. നീ മര്യാദയ്ക്ക് നിൽക്കുകയായിരുന്നെങ്കിൽ ലൂഫി ഈസി ആയിട്ട് പോയി ഏസിനെ രക്ഷിച്ചു കൊണ്ടുവന്നേനെ. ജിംബയ്ക്കാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല, ഇവൻ എന്തായി പറയണേ ചിന്തിച്ച് ജിംബൈ അങ്ങനെ വണ്ടടിച്ചു നിൽക്കും. അതേസമയം ഇവിടെ അകത്താണെങ്കിൽ നമ്മുടെ ആൾക്കാര് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. വൈറ്റ് ബിയർഡ് പറയും, ഞാൻ ഏസിന്റെ അടുത്തേക്ക് പോവാണ്, എനിക്ക് ചുറ്റുമുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നീക്കിത്തരണമെന്ന് പറഞ്ഞ് ആള് വീണ്ടും ആ സ്ക്വാഡ് എടുത്ത് വീശാൻ തയ്യാറാവും. അപ്പൊ ലോങ് ഷോട്ടിൽ അവക്കിജി അവൻ എങ്ങനെയെങ്കിലും വൈറ്റ് ബിയർഡിനെ തടഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വലിയൊരു ഐസ് അതവിടെ മുഴുവൻ ക്രിയേറ്റ് ചെയ്ത് വൈറ്റ് ബിയർഡിനെ പോലും ഐസിൽ അങ്ങനെ ഫ്രീസ് ചെയ്യാണ്. പക്ഷെ അത് വൈറ്റ് ബിയർഡാണ്. ആളെ അത്ര പെട്ടെന്നൊന്നും പിടിച്ചു കെട്ടാനോ ലോക്ക് ചെയ്യാനോ പറ്റില്ല എന്ന് അവക്കിജിക്ക് നന്നായിട്ട് അറിയാം. വൈറ്റ് ബിയർഡ് ഞൊടിയടയില് ആളുടെ വൈബ്രേഷൻ പവർ അതുപയോഗിച്ച് ആ ഐസ് മുഴുവൻ പൊട്ടി തെറിപ്പിച്ച് കളയാണ്. അതേസമയം മാർക്കോ അവനിപ്പോ ഓറിനോട് താങ്ക്സ് പറയും. അതിനുശേഷം വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് പോകും. അവക്കിജി വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ട നമ്മുടെ വൈറ്റ് ബിയർഡ് ആളുടെ സ്ക്വാഡ് എടുത്ത് അവക്കിജിയുടെ ബോഡിയിലേക്ക് കുത്തിയിറക്കും. പക്ഷെ അവക്കിജിയുടെ ബോഡി അത് ഐസ് ആയതുകൊണ്ട് തന്നെ അവനൊന്നും സംഭവിക്കില്ല. അവനിപ്പോ ആ സ്ക്വാഡ് പതിയെ ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. വൈറ്റ് ബിയർഡിനാണെങ്കിൽ ആളുടെ സ്ക്വാഡ് ഇപ്പൊ എടുക്കാൻ കഴിയില്ല. അവൻ ആ ഗ്യാപ്പില് മറ്റൊരു ഐസ് വെപ്പൻ ക്രിയേറ്റ് ചെയ്ത് വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും വീഴാണ് അവന്റെ ദേഹത്തൊരു ഇടിച്ചത് മറ്റാരുമല്ല, നമ്മുടെ ഡയമണ്ട് ജോസു. അവൻ അങ്ങനെ പവറായിട്ട് കത്തി നിൽക്കും. വൈറ്റ് ബിയർഡ് പറയും, ഇവന്റെ കാര്യം അത് നീ നോക്കിക്കോ, എനിക്ക് ഏസിന്റെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നടക്കും. അപ്പൊ അവക്കിജി അവൻ വായിലൂടെയും മൂക്കിലൂടെയും ചോരയൊക്കെ തുളുമ്പി അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ പൈററ്റ്സ് ആണെങ്കിൽ ചുറ്റുമുണ്ടായിരുന്ന നേവി സോൾജിയേഴ്സിനെ ഷൂട്ട് ചെയ്ത് തകർക്കും. നേവി സോൾജിയേഴ്സ് ആണെങ്കിൽ കൊന്നാരും ഞങ്ങള് കടത്തി വിടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. പൈററ്റ്സ് ആണെങ്കിൽ നിങ്ങളെ തല്ലി കൊന്നിട്ടാണെങ്കിലും ഞങ്ങൾ അകത്തേക്ക് പോകുന്നു പറഞ്ഞ് അവരും പവറായിട്ട് നിൽക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഒരുപാട് നേരമായിട്ടും അവന്റെ ഓട്ടം അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാതെ ഓടിക്കൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് എയ്സ് ആണെങ്കിൽ അവന്റെ വിധിക്ക് വേണ്ടി തല താഴ്ത്തി നിൽക്കുകയാണ്. ഇതിനെല്ലാം മുൻപിൽ കാർപ്പ് ആളിപ്പോ നിസ്സഹായനായി രണ്ട് പേരക്കുഞ്ഞുങ്ങളെ നോക്കി നെടുവീർപ്പിട്ട് നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടിലായി ഒരു പ്രത്യേക ഭാഗത്ത് നമ്മുടെ കണ്ണാടി പയ്യനും എൽമപ്പോയും അവരാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കി നെഞ്ചിടിപ്പോടുകൂടെ അങ്ങനെ ഇരിക്കുകയാണ്. എൽമപ്പോ പറയും, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയതേയില്ല. കണ്ണാടി പയ്യനാണെങ്കിൽ ഭയങ്കര നാണക്കേട്. കാരണം കഴിഞ്ഞ തവണ അവൻ ലൂഫിയെ കണ്ടപ്പോ പറഞ്ഞതാണ്, അടുത്ത തവണ ഞാൻ നിന്നെ കാണുമ്പോ ഉറപ്പായാലും കൂടെ ട്രെയിനിങ് ഒക്കെ എടുത്ത് വലിയൊരു ഓഫീസർ ആയിട്ടുണ്ടാവും, എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ നിന്നെ പിടിക്കുമെന്ന്. എനിക്കൊരിക്കലും ഇങ്ങനെ നിൽക്കാനായിട്ട് കഴിയില്ല. ലൂഫി സ്ട്രോങ് ആയി അതുപോലെ എനിക്ക് സ്ട്രോങ് ആവണം, ഞാനും ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ താഴേക്ക് എടുത്തു ചാടും. അപ്പൊ മറ്റൊരു ഭാഗത്ത് വേറൊരു നേവി ഓഫീസർ ആളങ്ങനെ ഓടി വന്ന് ലൂഫിയെ വെട്ടി താഴെയിടും. എന്നിട്ട് അങ്ങനെ ടേൺ ചെയ്ത്, ഞാനാണ് സാക്ഷാൽ മൊമോഗ, നേവി വൈസ് അഡ്മിറൽ. ലൂഫി ചാടി എഴുന്നേറ്റ് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ വീണ്ടും ഇപ്പൊ ലൂഫി ആഞ്ഞു വെട്ടും. ലൂഫിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവൻ ഓടി ഇവിടം വരെ എത്തുന്നത്. അപ്പൊ ഡോൾ മിഷൻ എന്ന് പേരുള്ള വേറൊരു വൈസ് അഡ്മിറൽ അവൻ വന്ന് ഇപ്പൊ ലൂഫിയെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി കൊല്ലുകയാണ്. അതിനുശേഷം ലൂഫിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി അവര് പൊട്ടിച്ചിരിക്കും. ഉടനെ കിസറു അവൻ ലൂഫിയെ തന്നെ എയിം ചെയ്ത് അവന്റെ ലൈഫ് പവർ വെച്ച് ലൂഫിയെ അടിച്ച് തെറിപ്പിക്കും. കാർപ്പിനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. ആള് കൈയൊക്കെ ചുരുട്ടി പല്ലൊക്കെ കടിച്ചു നിൽക്കും. അതിന് സെൻഗോക്കു പറയും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. അത് കേട്ട് ഇപ്പൊ കാർപ്പ് മുഖം ധരിക്കും. ഇവിടെ കിസറു ആണെങ്കിൽ ലൂഫിയുടെ അടുത്തേക്ക് വന്ന് വീണ്ടും അവനെ കളിയാക്കിയും അപമാനിച്ചും ഇൻസൾട്ട് ചെയ്തും ആനന്ദം കാണുകയാണ്. അവൻ ലൂഫിയെ വീണ്ടും
ആഞ്ഞു ചവിട്ടും. ലൂഫി തെറിച്ചങ്ങനെ പോവും. പക്ഷെ വൈറ്റ് ബീഡ് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് ആളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അപ്പോഴും ലൂഫി എയ്സിന്റെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ കിസറു ആണെങ്കിൽ നിർത്താതെ വീണ്ടും വീണ്ടും ലൂഫിയെ കളിയാക്കും. അതിനുശേഷം വൈറ്റ് ബീഡിനെ അറ്റാക്ക് ചെയ്യാൻ മറ്റൊരു പവർ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട വൈറ്റ് ബീഡിന്റെ പൈററ്റ്സ് അവരാണെങ്കിൽ ഇപ്പൊ വൈറ്റ് ബീഡിനെ കവർ ചെയ്ത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും വലിയൊരു ശബ്ദം കേൾക്കുക. ജിംബൈ, അവൻ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ അടികെട്ടി പിരിവെട്ടി വീണ് കിടക്കുകയാണ്. ഉടനെ എല്ലാവരും തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഇവാൻ. അവനവന്റെ തലയൊക്കെ വലുതാക്കി ഇപ്പൊ ലൂഫിയുടെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയാണ്. ഇവാനാണെങ്കിൽ ലൂഫിയുടെ പേര് വിളിച്ചു വിളിച്ച് ഇപ്പൊ മതിലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴും. പൊട്ടേ ക്ലിക്ക് ക്ലിക്ക്. ആ ശബ്ദം കേട്ട് ലൂഫിക്ക് ഉടനെ ബോധം വീഴും. ചുറ്റും നോക്കും. നമ്മുടെ മീശ മാമൻ വൈറ്റ് ബിയർഡ് ആളിപ്പോ ലൂഫിയെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. എന്നെ വിട്, എനിക്ക് എയ്സിനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും അവിടെ കിടന്ന് ബഹളം വെക്കും. അതിന് വൈറ്റ് ബിയർഡ് പറയും, നീ ഇത്രയും നേരവും അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചില്ലേ, ഇനി ഒരു അല്പസമയം നീ റെസ്റ്റ് എടുക്ക്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് ലൂഫി ഇപ്പോ ആളുടെ പൈററ്റ്സ് ടീമിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവൻ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറയും. പക്ഷെ ലൂഫി ആണെങ്കിൽ അതിനൊന്നും സമ്മതിക്കില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരിക്കലും ഇപ്പൊ വെറുതെ ഇരിക്കാൻ പാടില്ല, എനിക്ക് ആകെയുള്ളത് എയ്സ് ബ്രദർ ആണ്, അവനെ എനിക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൻ ബഹളം വെക്കും. പക്ഷെ ഓൾറെഡി അവൻ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവനിപ്പോ ഒട്ടും എനർജി ഇല്ല. അല്പദൂരം മുൻപോട്ടേക്ക് കുതിര ഓടും. അടുത്ത സെക്കൻഡ് തന്നെ അവനങ്ങനെ തളർന്ന് താഴെ വീഴുകയാണ്. ഡോക്ടർ വന്ന് അവനെ ചെക്ക് ചെയ്യും. ഇവനിപ്പോ ഭയങ്കരമായിട്ട് ടയർഡാണ്. ബോഡിയിൽ ഒരുപാട് ഭാഗത്ത് പരിക്കും പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറയും. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ നൈസായിട്ട് ടേൺ ചെയ്ത് ലൂഫിയെ നോക്കും. അവന്റെ ബോഡി മുഴുവൻ പരുക്കല്ല, എനർജിയാണ്. ഇവന്റെ ഈ പ്രായത്തിൽ ഇത്ര എനർജിയും പവറും ഒക്കെ ആണെങ്കിൽ ഇവൻ വലുതായ എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് ചിന്തിക്കും. അതിനുശേഷം വീണ്ടും ആ സ്ക്വാഡ് എടുത്ത് വീശാനായിട്ട് ഒരുങ്ങാണ്. പക്ഷെ ഇത്തവണ അക്കൈനോ അവൻ എടുത്തു ചാടി ആ സ്ക്വാഡിൽ അങ്ങനെ ചവിട്ടി പിടിക്കും. ഇനിയും ഇതുപോലൊരു പവർ അത് റിലീസ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അത് കണ്ട ജിംബയാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ സേഫായി ഇവാന്റെയും ബാക്കിയുള്ള പൈററ്റ്സിന്റെയും കയ്യിൽ ഏൽപ്പിച്ച് വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് വരും. ഇവിടെ വൈറ്റ് ബിയർഡും അക്കൈനോയും അവർ രണ്ടുപേരും പരസ്പരം ആഞ്ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടിയുടെ പവർ അതാണെങ്കിൽ വമ്പം ഫോഴ്സിൽ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഒരു ഭാഗത്ത് പൈററ്റ്സും നേവി സോൾജിയേഴ്സും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രിൻസസ് ആണെങ്കിൽ അവളുടെ ചുറ്റുമുള്ള പൈററ്റ്സിനെയും നേവിക്കാരെയും എല്ലാം ഒരുപോലെ അവളുടെ ആരോ ഉപയോഗിച്ച് കല്ലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാർപ്പും എയ്സും ആണെങ്കിൽ ഒരുപാട് നേരമായി ഒന്നും സംസാരിക്കാതെ ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ്. ഇവിടെ കിസറോ ആണെങ്കിൽ വമ്പൻ ആക്ഷനോ ഫൈറ്റോ ഒന്നും ചെയ്യാതെ അവന്റെ ലൈറ്റ് പവർ അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നേവി സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഒരുപാടുണ്ട്. സോ പൈററ്റ്സ് മിനിമം ഒരു 10 സോൾജിയേഴ്സിനെങ്കിലും തകർത്ത് കളഞ്ഞാൽ മാത്രമേ അവർക്ക് നേവിയെ തോൽപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ലോങ് ഷോട്ടിലായിട്ട് ആ സെന്റമറു അവൻ കൂമാസിനെ ആ നേവി ബേസിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പൈററ്റ്സ് എല്ലാവരും ഇപ്പോ ഓൾമോസ്റ്റ് ആ ബേസിലേക്ക് എത്തിക്കഴിഞ്ഞു. സെന്റമറു ആണെങ്കിൽ അവറ്റകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, മാക്സിമം നേവി ആൾക്കാരിൽ അറ്റാക്ക് വീഴരുത്. അവറ്റകളും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എയിം ചെയ്ത് പൈററ്റ്സിനെ മാത്രം ലക്ഷ്യമാക്കി അവരുടെ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആർക്കോ ആണെങ്കിൽ ഇപ്പൊ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അങ്ങനെ പറക്കാൻ തുടങ്ങും. അത് കണ്ട സെൻഗോക്കു ആണെങ്കിൽ അവന് ഷൂട്ട് ചെയ്യാൻ പറയും. ഷൂട്ട് ചെയ്യും. പക്ഷെ ആ ബുള്ളറ്റ്സുകളുടെ എല്ലാ ഇടയിലൂടെ അവൻ സേഫായി എയ്സിനെ ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് തന്നെ പോവും. മാർക്കോ ഇപ്പോ എയ്സ് നിൽക്കുന്ന ആ ഒരു ബേസിന്റെ ക്ലോസ് എത്തും. അപ്പോഴായിരിക്കും കാർപ്പ് ആളങ്ങനെ ചാടി എഴുന്നേറ്റ് മാർക്കോയുടെ മുഖത്ത് ആഞ്ഞൊരുട്ടി. അവനിപ്പോ വന്ന ഫോഴ്സിൽ പുറകിലേക്ക് പോവും. നേവിക്കാർക്കാണെങ്കിൽ ഇപ്പൊ കാർപ്പിനെ ഓർത്ത് ഭയങ്കര അഭിമാനം. കാർപ്പ് ആ ചെയറിൽ വന്ന് രാജകീയമായിട്ടിരിക്കും. എയ്സിനെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ കൊല്ലണം എന്ന് കാർപ്പ് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.